ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ തെറ്റായും അസ്ഥാനത്തും ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ചും അഭിവൃദ്ധി പ്രസംഗിക്കുന്ന പ്രസംഗകരുടെ ഒരു പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ് ഈ വാക്യം. ഈ വാക്യത്തിലൂടെ ദൈവം എന്താണ് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബാബിലോണ്യ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയി. അപ്പോൾ ഇരമ്യാ പ്രവാചകൻ യെരുശലേമിൽ നിന്ന് അവർക്കൊരു കത്തെഴുതുന്നതാണ് ഇത്. ആ കത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി അല്ലെങ്കിൽ സമാപ്തി നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നു. ദൈവം പറയുകയാണ്, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ അത് നിവർത്തിച്ച് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട പിന്നെ ആരാണ് ചർച്ചിൽ ഓടിക്കൂടാത്തത്? എവിടെ വേണമെങ്കിലും പോകാം. ഇതാണ് മനുഷ്യൻ്റെ ഫോളൻ നേച്ചറിൽ, ആർത്തി പിടിച്ച സ്വഭാവത്തിൽ, സ്വാർത്ഥതയിലുള്ള സ്വഭാവം, ആഗ്രഹം. അത് നിവർത്തിച്ച് തരുമെന്നാണോ കർത്താവ് പറയുന്നത്? ആരോ പറഞ്ഞു, ഒരു നല്ല പന്നിയെയും ചീത്ത കുട്ടിയെയും കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ചോദിക്കുന്നത് കൊടുത്താൽ മതി. പന്നിക്ക് എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ല കൊഴുത്ത പന്നിയെ കിട്ടും, നല്ല കാശും കിട്ടും. കുട്ടിയെ ചീത്തയാക്കാൻ ചോദിക്കുന്നതിനെ കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ ചീത്തയാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ദൈവമെന്നാണോ ഈ വാക്യം? അല്ല. ഇരമ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ആശിക്കുന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ. എന്താണ് അവരുടെ ആഗ്രഹം? നമ്മുടെ പ്രശ്നം ആ പശ്ചാത്തലം എടുത്തിട്ട്, ആ കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് വേറെ എന്തെങ്കിലും പറയുന്നു. ഇവിടുത്തെ പശ്ചാത്തലം എന്താണ്? ഇവരാഗ്രഹിക്കുന്നത് എന്താണ്? ഇവരാഗ്രഹിക്കുന്നത് ബാബിലോണ്യ അടിമത്തത്തിൽ നിന്ന് അവർക്ക് മടങ്ങി യെരുശലേമിലേക്ക് വരണം. പഴയ നിയമത്തിലെ പശ്ചാത്തലം അനുസരിച്ച് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ബോധ്യമനുസരിച്ച് ബാബിലോൺ എന്ന് പറയുന്നത് ഒരു അടിമത്വ രാജ്യമെന്ന് മാത്രമല്ല, വിദേശ രാജ്യമെന്ന് മാത്രമല്ല, അശുദ്ധ രാജ്യമാണ്. കാര്യം അന്നത്തെ അവരുടെ രീതി അനുസരിച്ച് വിശുദ്ധ ദേവാലയമുണ്ട്, വിശുദ്ധ പാത്രങ്ങളുണ്ട്, വിശുദ്ധ വസ്ത്രമുണ്ട്, വിശുദ്ധ ഭൂമിയുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ഏർപ്പാട് ഇല്ല. പുതിയ നിയമത്തിൽ വിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് വിശുദ്ധൻ. അതുപോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. വിശുദ്ധ മേശയൊന്നുമില്ല, വിശുദ്ധ പള്ളിയൊന്നുമില്ല. ഇതിൻ്റെ പേരാണ് കെട്ടിടം, സഭ കൂടുന്ന കെട്ടിടം. വിശുദ്ധ വസ്ത്രമൊന്നുമില്ല. ഇതൊക്കെ പഴയ നിയമത്തിൻ്റെ പരിപാടികളാണ്, പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഓരോ വ്യക്തികളുമാണ് വിശുദ്ധർ. അതുകൊണ്ടാണ് ഇസ്രായേൽ യാത്രയെ വളരെ എതിർക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ഇറ്റലി പോകുന്ന പോലെ, കുവൈറ്റിൽ പോകുന്ന പോലെ, അമേരിക്കയിൽ പോകുന്ന പോലെ യെരുശലേമിൽ പോവാം, ഇസ്രായേലിൽ പോവാം. പക്ഷേ വിശുദ്ധ നാട് കാണാൻ വേണ്ടി പോകരുത്. അത് വിഗ്രഹാരാധനയുടെ ഒരു ഭാഗമാണ്. കാര്യം ഒന്ന്, ഈ ഭൂമി എല്ലാം പിശാചിൻ്റെ കീഴിലാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ അത് ഇസ്രായേൽ ഉൾപ്പെടെ. രണ്ട്, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചൊരു വിശുദ്ധ സ്ഥലമൊന്നും ഇല്ല. പിന്നെ കാണാൻ വേണ്ടി പോയിക്കോ, പക്ഷെ അവിടെ നിന്ന് വെള്ളം കൊണ്ട് വരരുത്. യോർദാനിലെ വെള്ളവും അത് വന്ന് പെന്തക്കോസ്തുകാർ, കത്തോലിക്കൻ കൊണ്ടുവരട്ടെ. പെന്തക്കോസ്തുകാർ വരെയും യോർദാനിലെ ആ എന്താ ഈ നാറ്റ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പുണ്യവെള്ളമായിട്ട് വെച്ചിട്ട് പനി വരുമ്പോൾ അല്പാൽപ്പമൊക്കെ കൊടുക്കും. ഇതൊക്കെ വിഗ്രഹാരാധനയുടെ ഒരു രൂപഭാവങ്ങളാണ്. പക്ഷെ പഴയ നിയമത്തിൽ അങ്ങനെയല്ല. 137-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ
സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞു ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്തെ പാടുന്നത് എങ്ങനെ? ബാബിലോണിൽ അവർ അടിമകളായിരിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, യഹോവയുടെ ഒരു പാട്ട് പാടാമോ? അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, അന്യദേശത്ത്, അശുദ്ധ ദേശത്ത് ഞങ്ങളെങ്ങനെയാണ് പാട്ട് പാടുന്നത്? അത് വിശുദ്ധമായ ഗീതമാണ്, അത് ഇസ്രയേലിലെ യെരുശലേമിലെ പാടാൻ പറ്റൂ. അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള വലിയ ആഗ്രഹം ഒരു അനുതാപത്തിൻ്റെ അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ബാബിലോണിലേക്ക് പോയത്? ദൈവത്തിൻ്റെ വഴി വിട്ട് ജീവിച്ചത് കൊണ്ടാണ് അവരിപ്പോൾ ബാബിലോണിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അവർക്ക് അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിൻ്റെ ആലയം പണിയണം. അങ്ങനെ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ് യിരെമ്യാവ് പറയുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, അല്ലാതെ എൻ്റെ കൊച്ചിന് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്നും അവൻ സ്വിറ്റ്സർലാൻഡിൽ പോകുമെന്നും അവിടുത്തെ പഠിത്തം കഴിയുമ്പോൾ തന്നെ ഒരു 3.5 മതിയായിരിക്കില്ലേ, അല്ലെങ്കിൽ അതും പോരായിരിക്കും, 4.5 ലക്ഷം രൂപയുള്ള ശമ്പളം കിട്ടുമെന്നും അത് പറഞ്ഞിട്ട് ഈ വാക്യം വായിച്ചിട്ട് അപ്പോഴേക്കും എല്ലാവരും ആത്മാവിലാവും. എന്തുകൊണ്ടാണ് പ്രവാചകൻ അത് എഴുതുന്നത്? പ്രവാചകൻ എഴുതുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് അത് നിവർത്തിച്ചു തരുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഇവർക്ക് അവരുടെ നാട്ടിലേക്ക് വരണം. ഒരു സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആദ്യ സമയത്ത് കർത്താവിനെ അറിഞ്ഞ സമയത്തുണ്ടായിരുന്ന പല ആത്മീക പ്രവൃത്തികളും ഇന്നില്ല. കർത്താവേ, ഞങ്ങളെ മടക്കി കൊണ്ടുവരണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ നല്ല കാലങ്ങളെ തരണമേ. അങ്ങനെ ദൈവം ആഗ്രഹങ്ങൾ നിവർത്തിച്ച് തരുമെന്ന് പ്രവാചകൻ അവർക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രശ്നം ജഡിക ഇച്ഛകൾ കൊണ്ടുള്ള പ്രാർത്ഥന, അത് നമ്മെ കൂടുതൽ ജഡീകരാക്കുമെന്ന് മാത്രമല്ല ദൈവത്തിനത് വെറുപ്പാണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സെൽഫിഷാണ്, സ്വാർത്ഥനാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടൊന്നും സ്വാർത്ഥത പോയില്ല. ദൈവം അനുദിനം നമ്മളെ പണിത് സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ വിശുദ്ധി എന്നിലേക്ക് വരട്ടെ. അപ്പോൾ ദൈവം നമ്മെ പല അവസ്ഥകളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നു. ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രാർത്ഥന തന്നെയാണോ ദൈവത്തിൻ്റെ ആഗ്രഹം? പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ വളച്ചു കൊണ്ടുവരുന്നതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് എന്നെ വളച്ചു കൊടുക്കലാണ്. അത്ര എളുപ്പമൊന്നും വളയത്തില്ല. പ്രാർത്ഥന പ്രാർത്ഥനയിൽ വർദ്ധിക്കുന്തോറും പിടിവാശി കൂടുകയല്ല, പിടിവാശി കുറയണം. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? പിടിവാശിയേക്കാൾ കൂടിയതാണ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒന്നുപോലെ ആയിരിക്കണം. അതെങ്ങനെ സംഭവിക്കുന്നേ? ഞാൻ പുതുക്കപ്പെടുകയാണ്. ക്രിസ്തുവിനോട് കൂടെ നടന്ന് സ്വഭാവം അതാണ്. സ്വഭാവം അതായിപ്പോയി. കഷ്ടപ്പെട്ടൊന്നുമല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുകയല്ല. അപ്പം ഇവിടെ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾക്ക് ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിവർത്തിച്ച് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ലൗകികവും ജഡീകവും പ്രാകൃതവും സ്വാർത്ഥപരമായ കാര്യങ്ങളെ നിവർത്തിച്ച് തരുമെന്ന അർത്ഥത്തിൽ അല്ല. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ പ്രത്യാശിക്കുന്ന സമാപ്തി നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു. എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? സമാധാനം ഉണ്ടാകുന്നത് നമ്മുടെ ദൈവത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലൊരു ബോധ്യമായി തീരുമ്പോഴാണ്. എന്താണ്? ദൈവം സർവശക്തൻ, ദൈവം സർവവ്യാപി, ദൈവം
സർവജ്ഞാനി. ആരാണത്? എൻ്റെ അപ്പൻ. എൻ്റെ ദൈവം സർവശക്തനാണ്. കേരള മുഖ്യമന്ത്രി അല്ല പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല പറയുന്നത്. എന്താ പറയുന്നത്? നീ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ സമാപ്തിയിലേക്ക് വരുത്തിത്തരുമെന്ന് പറയുന്നത് ആരാ? ദൈവം. പക്ഷെ ആ ദൈവം ആരാണെന്നുള്ള ബോധ്യം എന്നിൽ എൻ്റെ ജീവനായിട്ട് മാറണം. ഞായറാഴ്ച കൂടി വന്ന് ദൈവം സർവശക്തനാണ് എന്നൊക്കെ പറയാനും ആമേൻ പറയാനും പറ്റും. പക്ഷെ ആ ബോധ്യങ്ങൾ എൻ്റെ ജീവനായിട്ട് മാറണം. അതുകൊണ്ടാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവനായിട്ട് മാറണം. അത് പറയണം, എന്നോട് പറയണം, മറ്റുള്ളവരോട് പറയണം. സംഗീതക്കാരൻ പറയുന്നതല്ലേ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. ആരോടാ പറയുന്നേ? തന്നോട് തന്നെ പറയുകയാണ്. ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ താൻ പതറിപ്പോകുന്നു. ഉടനെ അവനെ പിടിച്ചുകൊണ്ടുപോയി മുമ്പിലിരുത്തി. എന്നിട്ട് അവൻ തന്നെ കയറി സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, എൻ മനമേ സ്വസ്ഥമായിരിക്കുക, സ്വസ്ഥമായിരിക്കുക, സ്വസ്ഥം. ഒരു പ്രസംഗം പറയാം. അങ്ങനെ ഈ വചനം നമ്മുടെ ജീവനായിട്ട് മാറണം. ദൈവം സർവശക്തി. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം സർവവ്യാപി. അതുകൊണ്ടാണ് ഏലിയാവ് ചെന്നിട്ട് ആഹാബിന് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. അത് പെട്ടെന്നൊരു അഹങ്കാരത്തിൽ പറഞ്ഞ വാക്കല്ല. സേവിച്ചു നിൽക്കുന്ന ഏലിയാവ്, രാജസേവ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? രാജാവിനെ സേവിച്ച് നിൽക്കുക. അങ്ങനെ ആരും അറിയാത്തൊരു കാലഘട്ടത്തിൽ ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് വചനം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തുടർന്നു പോകുമ്പോൾ അതാണ് കൂട്ടായ്മ ബന്ധം, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ. അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ചിലവർക്ക് സഭായോഗത്തിൻ്റെ അവസാനത്തെ മണിയടിക്കും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് തീരുന്നത് ജനഗണമന ജയ ഹേ. അപ്പോൾ ഒന്നാമത്തെ ജയ ഹേ പറഞ്ഞ പെട്ടിയെടുക്കും, രണ്ടാമത്തെ ജയ ഹേ പറയുമ്പോഴേക്കും പൊട്ട 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 അത് ഓടും. ചിലവരുടെ അവിടെ തീരും. ചിലവരുടെ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ജീവിതത്തിൻ്റെ പ്രശ്നത്തിലേക്ക് ഇടപെട്ടാൽ അവിടെ തീരും. നമുക്ക് ഹൃദയം മാറ്റിവെച്ചിട്ട് കുറച്ച് സമയത്തേക്ക് ഞാൻ ഹൃദയം മാറ്റിവെച്ചിട്ട് ഞാനൊരു യാത്ര പോവുകയാണ്, ഇനി ആരെങ്കിലും ഹൃദയം അടിച്ചു മാറ്റിയാലോ എന്ന് വിചാരിച്ച് ഹൃദയം മാറ്റി വെച്ചിട്ട് യാത്ര നടക്കും. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇതുപോലെ ദൈവത്തെ മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സംസർഗം, ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ദൈവത്തെ കേൾക്കുന്നത്, ദൈവത്തെ പറയുന്നത്, അത് മാറ്റിവെച്ചിട്ടുള്ള ഒരു സമയമോ പ്രവൃത്തിയോ ഇല്ല. ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു അപകടമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദൈവത്തോട് നമ്മൾ ബന്ധപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം. അതാണ് പ്രാർത്ഥനയുടെ വലിയൊരു പ്രശ്നം. അതുപോലെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച നമ്മൾ 10 മണിക്ക് വരുന്നു, ഒരു 12 മണി വരെ ഇരിക്കുന്നു, അത് കഴിഞ്ഞപ്പോൾ തീർന്നു കൂട്ടായ്മ. അല്ല, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ അനുദിനം ജീവിക്കുന്ന നാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരുമിച്ച് കൂടി വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മാത്രമാണിത്. അതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ? കർത്താവുമായിട്ടുള്ള നിരന്തര കൂട്ടായ്മയിൽ നടക്കുന്ന ഞാൻ പ്രത്യേകമായൊരു സമയത്ത് അതിൻ്റെ ഒരു തുടർച്ച ചെയ്യുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം സർവശക്തൻ. ആ ബോധ്യം എല്ലാ സമയത്തും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും അത് ഓർക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവനായിട്ട് പറഞ്ഞു. ഒന്നാണ് ദൈവം സർവശക്തൻ. ജീവിതത്തിൽ ഏത് സമയത്തും നാം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാം. തോൽവി, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, എന്ത് സംഭവിക്കാം. പക്ഷേ എൻ്റെ അറിവെന്താണ്? ദൈവം സർവശക്തൻ. 2, ദൈവം സർവജ്ഞാനി. ദൈവത്തിനെല്ലാം അറിയാം. നമുക്കെന്തറിയാം? ഈ
വിവാഹത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ ചെറുപ്പക്കാർ വരുത്തുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഈ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ രസം ചിരി വരും. കാര്യം അവർ പറയുന്നത് എൻ്റെ അല്ല ജീവിതം, അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തോളാം സന്തോഷം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? അവർക്ക് ജീവിതം അറിയില്ല. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ ജീവിതം മുഴുവൻ കരയുന്ന കരച്ചിൽ ആരംഭിക്കും. തിരുത്തപ്പെടാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടർ, ഏറ്റവും നല്ല പുതിയ കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാം, ടെക്നോളജി അറിയാം. പക്ഷെ ജീവിതത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, അത് ജീവിച്ചേ പഠിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ നമുക്ക് പഠിക്കാം, അതിന് ജീവിക്കുകയൊന്നും വേണ്ട. ഇന്നത്തെ തലമുറയുടെ വലിയൊരു പ്രശ്നം, അവർക്ക് ഭയങ്കര അറിവാണ്. അതുകൊണ്ട് ഞങ്ങളല്ല ജീവിക്കുന്നത്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, പാരൻസ് അല്ല. ശരി, ദൈവം സർവജ്ഞാനി. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ദൈവം സർവജ്ഞാനിയാണെന്നും ഞാൻ ഒന്നും അറിയാത്തവനുമാണെന്നുള്ള തിരിച്ചറിവാണ്. അതുകൊണ്ടല്ലേ ദൈവത്തോട് ചോദിക്കുന്നേ, അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നേ. എനിക്കറിയില്ല കർത്താവേ. ഇനി ഇന്നലത്തെ അറിവ് പോലെ ഇന്നത്തെ അറിവിന് ഇന്നലത്തെ പ്രശ്നമല്ലല്ലോ ഇന്നത്തെ പ്രശ്നം. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർക്കാണ് സമാധാനം? നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് ചിന്തിക്കുന്നവൻ. ചിന്തിക്കുക മാത്രമല്ല, അത് ജീവനായിട്ട് അതിനെ കെടുത്തുവാനാണ്, അതിനെ നശിപ്പിക്കാനാണ് പിശാച് തീയമ്പുകൾ അയക്കുന്നു. എന്ത് തീയമ്പുകൾ? സംശയത്തിൻ്റെ തീയമ്പുകൾ. പിന്നെ ദൈവത്തിന് ഭയങ്കര അറിവാണ്. നിനക്കില്ല അറിവ്? നീ ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലേ? നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലേ? പിശാചിൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. എന്താ വിശ്വാസം? കർത്താവ് പറഞ്ഞ വാക്കുകളിലുള്ള ഉറപ്പാണ് വിശ്വാസം. കർത്താവ് പറഞ്ഞ വാക്കുകളിലുള്ള ഉറപ്പ്. ദൈവം സർവശക്തൻ, ദൈവം സർവജ്ഞാനി. പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല, പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മെ ബലപ്പെടുത്തുന്നത് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നു. ദൈവം എന്താണോ ചിന്തിക്കുന്നത് അത് ചെയ്യാൻ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്. ദൈവത്തിന് പോകാൻ പറ്റാത്തൊരു സ്ഥലങ്ങളില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ നടന്നാലും അവിടെ ആരും പോകത്തില്ല, ആ യാത്രക്കാരൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരർത്ഥം ഭയപ്പെടുകയില്ല. കാര്യം എന്താ? നീ എന്നോടുകൂടി ഇരിക്കുന്നു, സർവവ്യാപിയാണ്. ഏതൊരു സാഹചര്യത്തിലും നമ്മോടുകൂടി ഇരിക്കുന്ന ദൈവം. ഈ ബോധ്യങ്ങൾ നമ്മുടെ ജീവനായിട്ട് മാറണം. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി. ഈ ഒരു ബോധ്യമാണ് നമ്മെ സമാധാനത്തിലേക്ക് നടത്തുന്നത്. ആ ദൈവം നമ്മോട് പറയുകയാണ്, ഇവരോട് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഇന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു വിഷയമുണ്ട്. അതിൻ്റെ 10ാമത്തെ വാക്യം വായിക്കും, 29:10. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹമായതുകൊണ്ട് അത് ശുഭഭാവി വരുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. നിങ്ങളെ ബാബിലോണിൽ നിന്ന് മടക്കി കൊണ്ടുവരും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു 70 വർഷമുണ്ട്. ഇവിടെയാണ് പ്രശ്നം. കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്ന സർവശക്തനായ ദൈവം അത് 60 വർഷമാക്കി തരണമേ. സഹോദരന്മാരെ, പേടിക്കേണ്ട, നമ്മുടെ ദൈവം അത് 50 വർഷമാക്കി തരും. അപ്പോൾ ആ പാസ്റ്റർ പിന്നെ അടുത്ത ആഴ്ച വിളിച്ചില്ല. കാര്യം എന്താ പറയുമ്പോൾ വേറെ പാസ്റ്ററോട് 40 വർഷമാക്കാൻ പറ്റിയ പാസ്റ്റർ. അപ്പോൾ 10 പറയുന്നവരുടെ കാര്യം ചിന്തിച്ച് അവന് സമയമില്ല പ്രസംഗിക്കാൻ. കാരണം അത്ര മുഴുവൻ പ്രോഗ്രാമാണ്. വഞ്ചിക്കപ്പെടരുത്. ദൈവം പറഞ്ഞ 70 വർഷത്തെ 10 വർഷമാക്കി തരുന്ന ഒരുപാട് കള്ളപ്രവാചകന്മാരുണ്ട്. ഇല്ല, ദൈവം പറയുന്ന വാക്തത്വം ഇതാണ്, ഞാൻ പറഞ്ഞത്
എൻ്റെ പദ്ധതി, ആ പദ്ധതി പ്രകാരം ഞാൻ നിനക്ക് സമാപ്തി വരുത്തും. ഇതിനിടയിലുള്ളൊരു സമയമാണ് നമ്മുടെ പ്രശ്നം. ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയത്തെ കാര്യം നടക്കും. ചില ആളുകൾ വളരെ ജീവിതത്തിൽ ഒരുപാട് കഠിനമായ രോഗത്തിലൂടെ അവർ ജീവിച്ചു. അവർക്കറിയാം ദൈവം അവരെ വിടുവിക്കും. പക്ഷെ ആ വിടുതൽ അവരുടെ മരണത്തോടു കൂടിയുള്ള വിടുതലായിരിക്കാം. പിന്നെ രോഗമില്ല, പിന്നെ കാഴ്ചയില്ലാത്തവരില്ല, രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ മാറുന്ന വിടുതലായിരിക്കാം. മറ്റ് ചിലർക്ക് ഒരു പ്രാർത്ഥനയിലൂടെ സൗഖ്യം ലഭിക്കുമായിരിക്കും. ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ തക്ക സമയം, ആ സമയത്താണ് ദൈവം സമാപ്തി വരുത്തുന്നത്. ആ സമയത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അസ്വസ്ഥത, ഫ്രസ്ട്രേഷൻ, കോപം. എന്തിനാ ദൈവം അങ്ങനെ ഒരു സമയം അനുവദിച്ചത്? ദൈവം വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ? ഇല്ല. ദൈവം വെറുതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ദൈവം വ്യർത്ഥമായി ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം എല്ലാം ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് നല്ലതെന്ന് കണ്ടു. ദൈവത്തിന് അബദ്ധങ്ങളില്ല. എന്തിന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ 10 വർഷം, 20 വർഷം, 30 വർഷം ആഗ്രഹിക്കുന്ന ആ ശുഭഭാവി വരാതിരിക്കുന്നത്? ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടുമല്ല. ആ സമയത്തിലൂടെ ദൈവത്തിന് നിങ്ങളെ കടത്തിവിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലൂടെയും ചെയ്യാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവം പറയുന്നത് വാക്തത്വം ഇതാണ്: തീർച്ചയായും ശുഭഭാവി വരും. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കുള്ള പദ്ധതികളാണ്. പക്ഷേ 70 വർഷം കഴിഞ്ഞ ശേഷം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് അയച്ചു. അതിനു മുൻപ് എത്രയോ പേര് പ്രാർത്ഥിച്ചു, മശിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശിമ്യോൻ എന്നുള്ള ഭക്തനായ മശിയൻ പറയുന്നത്, മതി കർത്താവേ, ഇനി എന്നെ വിട്ടയക്കണമേ. കൊതിയോടെ കാത്തിരുന്നു ഈ മശിയയ്ക്ക് വേണ്ടി. അതുപോലെ അനേക ഭക്തന്മാരുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണ് കർത്താവ് വന്നേ? കാലസമ്പൂർണ്ണം വന്നപ്പോൾ, ശരിയായ സമയം വന്നപ്പോൾ, പെർഫെക്റ്റ് ടൈം വന്നപ്പോൾ, ദൈവത്തിൻ്റെ സമയത്താണ് സംഭവിച്ചത്. ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ഇസ്രായേൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. യേശു ജനിച്ച കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്ന്, ഈ യേശു ജനിക്കുന്ന സമയത്ത് യഹൂദന്മാർ ഒരു മശിയെക്കുറിച്ചുള്ള സങ്കല്പം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും അവർ ഈ അടിമത്വത്തിൽ കിടക്കുന്നത് കൊണ്ട് ഒരു രക്ഷകൻ വന്ന് അവരെ രക്ഷിക്കുമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അത് ശക്തമായിരിക്കുന്ന ഒരു സമയമാണ് യേശു ജനിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രയോജനം? അവർക്ക് ഈ യേശുവിനെ സ്വീകരിക്കാൻ എളുപ്പത്തിൽ കഴിയും. കാരണം അവരുടെ ഉള്ളിൽ ഓൾറെഡി ഈ മശിയ സങ്കല്പം ശക്തിപ്പെട്ടിരിക്കുക. മറ്റൊന്ന്, അന്നത്തെ കാലഘട്ടത്തിൽ റോമൻ ഗവൺമെൻറ്റാണ് രാജ്യങ്ങളെ കീഴടക്കി ഒരു സാമ്രാജ്യമായിരുന്നത്. അപ്പോൾ ഇവരുടെ രാജ്യത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരു രാജ്യം പോലെ ആയിരുന്നത് കൊണ്ട് പല കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, പൗലോസിനൊക്കെ സുവിശേഷമായിട്ട് യാത്ര ചെയ്യുവാൻ എളുപ്പത്തിൽ കഴിഞ്ഞു. മറ്റ് പല കാര്യങ്ങൾ സംഭവിക്കാൻ അത് സഹായമായി തീർന്നു. മറ്റൊരു കാര്യം, യേശു ജനിച്ച സമയത്ത് ഗ്രീക്ക് ഭാഷ ഒരു കോമൺ ഭാഷയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരാൾ ഹിന്ദി മാത്രം അറിയാവുന്ന ആൾ, ഒരാൾ തെലുങ്ക് മാത്രം അറിയാവുന്ന ഒരാൾ, ഒരാൾ മലയാളം മാത്രം അറിയാവുന്ന ആൾ. ഇങ്ങനെയാണെങ്കിലും നമുക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം ചെയ്യാൻ ഇല്ലാത്തത് എങ്ങനെയായിരിക്കും? എങ്ങനെ സാധിക്കും? അത് ഒരു കോമൺ ലാംഗ്വേജ്, ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഒരു പ്രശ്നമില്ല. അതുപോലെ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു കോമൺ ലാംഗ്വേജ് ആയിരുന്നു ഗ്രീക്ക്, യവനായ ഭാഷ. ആ ഭാഷ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ സുവിശേഷവുമായിട്ട് ഇവർക്ക് യാത്ര ചെയ്ത് മറ്റ് രാജ്യങ്ങളിൽ പോയി സുവിശേഷം പറയാൻ പറ്റി. എന്താ കാര്യം? ഗ്രീക്ക് ഭാഷ അറിയാം. അതായത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്,
കാലസമ്പൂർണത വന്നപ്പോൾ, ശരിയായ സമയം വന്നപ്പോൾ യേശു ജനിച്ചു. അത് ദൈവത്തിൻ്റെ ശരിയായ സമയമായിരുന്നു. പക്ഷെ നമ്മുടെ ശരിയായ സമയമാണോ? അല്ല. നമുക്ക് തിടുക്കമാണ്. ഒരു കോഴിമുട്ട അടയിരിക്കുമ്പോൾ, കോഴിമുട്ടയിൽ അടയിരിക്കുമ്പോൾ അതിൻ്റെ സമയത്ത് മാത്രമേ അത് വിരിയൂ. അതിന് മുൻപ് നമ്മളൊന്ന് പൊട്ടിച്ച് സഹായിക്കാൻ ശ്രമിച്ചാൽ എല്ലാം തീരും. ദൈവത്തെ സഹായിക്കാൻ ശ്രമിക്കരുത്. ദൈവത്തെ സഹായിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കൽ ഒരു ദൈവദാസൻ, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഒരു ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞിട്ട് ഈ പേഷ്യൻറ്റിനെ സർജിക്കൽ ബെഡിൽ തന്നെ റൂമിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഈ സർജിക്കൽ ബെഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബെഡിലേക്ക് മാറ്റുന്നൊരു പ്രോസസ്സുണ്ട്, ഒരു പണിയാണ്. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര എക്സ്പെർട്ടാണ്. അവരിത് കുറേ നാളുകളായിട്ട് ചെയ്യുന്ന അവർക്കറിയാം. അപ്പോൾ ഈ പേഷ്യൻ്റ് എന്ത് ചെയ്തു? ഇവരെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹം ബെഡിൽ നിന്ന് ഒന്ന് ഇങ്ങനെ പൊളഞ്ഞു കൊടുത്തു, ദേ കിടക്കുന്ന താഴ്ച. അയാൾ സഹായിക്കാൻ ശ്രമിച്ചതാണ്. ഇവരാദ്യമായിട്ടല്ല കാണുന്നത്. 100 കണക്കിന് പേഷ്യൻസിന് ഇവർ മാറ്റി. അവർക്കറിയാം ഒരു രീതി. ദൈവത്തെ സഹായിക്കാൻ ശ്രമിക്കുക. ശ്രമിച്ചാൽ ഗുണമല്ല ദോഷം. നമ്മുടെ അപ്പൻ നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? ശുഭഭാവി. എല്ലാം നന്നായി പര്യവസാനിക്കണം, നല്ലതേ ചിന്തിക്കൂ. നമ്മുടെ ഒരു പ്രശ്നം അറിയാമോ? നമ്മുടെ നല്ലതും ദൈവത്തിൻ്റെ നല്ലതും രണ്ടാണ്. നമ്മുടെ നല്ലതും ദൈവത്തിൻ്റെ നല്ലതും രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതണം. എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് രക്ഷിക്കപ്പെടാത്ത ഒരാളോട് ചെന്നിട്ട് ഇതേ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിലാഗ്രഹം, അവരുടെ മനസ്സിലാഗ്രഹം എന്താണെന്ന് ചോദിക്കാൻ പറയാം. അവർ എഴുതിത്തരാൻ പറയണം. എന്നിട്ട് നോക്കണം വല്ല വ്യത്യാസമുണ്ടോ. മിക്കവാറും ഒരു വ്യത്യാസം കാണത്തില്ല. രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ മനസ്സിലുള്ള നല്ലതും രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ മനസ്സിലുള്ള നല്ലതും ഒന്നുപോലെയെന്ന്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ലോകത്തിൻ്റെ രീതിയിൽ ജീവിച്ചിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ ജീവിച്ചിരിക്കുമ്പോൾ, ജഡത്താൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിച്ചിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ രീതികൾക്കനുസരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ, ആ നല്ലതും രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവാത്മാവ് വന്നിട്ട് നിത്യതയെക്കുറിച്ചുള്ള വെളിച്ചം തന്നപ്പോഴുള്ള നല്ലതും ഒന്നാണെങ്കിൽ എന്തോ അപകടമുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ നല്ലതും മറ്റുള്ളവരുടെ നല്ലതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകണം. ഞാൻ എൻ്റെ വാക്കിലിവിടെ ചുരുക്കുകയാണ്. നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി എന്നാണ്. നിങ്ങളുടെ ദൈവം ആരാ? പക്ഷേ അത് ഞായറാഴ്ച പ്രസംഗം കേൾക്കാനും പ്രസംഗിക്കാനും ഉള്ള അറിവായിട്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ധ്യാനിക്കുകയും വിശ്വസിക്കുകയും നമ്മുടെ ജീവനായിട്ട് മാറണം. ദൈവം, എൻ്റെ ദൈവം സർവശക്തൻ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എനിക്ക് നന്മയെ ചെയ്യൂ. സിംഹക്കുഴിയിലിട്ടാൽ അതിൻ്റെ പേരെന്താണ്? നന്മ. അഗ്നിച്ചൂളയിലിട്ടാൽ എൻ്റെ പേരെന്താണ്? നന്മ. നമ്മുടെ ദൈവം നല്ലവൻ. നമ്മുടെ ജീവിതത്തിലൊന്നും അവിചാരിതങ്ങളില്ല. നമുക്ക് തോന്നും കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ അതൊക്കെ ഒരർത്ഥമില്ലാതെ സംഭവിച്ചു. ഇല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളതായതുകൊണ്ട് അത് പൂർണ്ണതയിലേക്ക് വരുത്താൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പക്ഷേ 70 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ ദൈവത്താൽ എനിക്ക് ശുഭഭാവി വരുത്തും. ഞാൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, അതിലൂടെ ഞാൻ കടന്നുപോയേ പറ്റൂ. അതിനിടയിൽ പ്രാർത്ഥന ആവശ്യമാണ്, ഉപവാസം ആണെങ്കിലും അതുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ സമയം മാറുന്നില്ല. 70 വർഷം അവർ ബാബിലോണിയ അടിമത്തത്തിൽ കിടക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കും. നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാര്യം സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തിൻ്റെ അധികാര പരിധിയിലാണ് നാം. ആ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നാം. നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് ഒരു ജ്യോത്സ്യനല്ല, ഭാവി ഗവൺമെൻ്റ് അല്ല, ഭാവി തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്.